വിശദമായ വാർത്തയിലേക്ക്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് നേരെ ആക്രമണം. പട്നയ്ക്ക് സമീപമുള്ള ഭക്തിയാർപൂരിലായിരുന്നു സംഭവം. പ്രതിമയിൽ ഹാരമണിയിക്കുമ്പോൾ യുവാവ് പാഞ്ഞെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്നാണ് മുഖ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്തത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് സംഭവിച്ചത്? അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു? ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അശ്വതി. കാരണം മുഖ്യമന്ത്രി ഒരു പ്രതിമയ്ക്ക് മുന്നിൽ, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ ഭക്തിയാർപൂരിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഒരു ഹോസ്പിറ്റൽ സമുച്ചയത്തിന്റെ ഭാഗമായുള്ള സ്വാതന്ത്ര്യ സമര സേനാനി സിൽഭദ്ര യാജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രതിമയിൽ ഹാരം അർപ്പിക്കുന്ന സമയത്ത് ഈ വേദിയിലേക്ക് ഒരു യുവാവ് ഒരു കൂസലുമില്ലാതെ തന്നെ കടന്നു വരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ഈ യുവാവ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇടയിലൂടെ ആണ് കടന്നു വരുന്നത്. എന്നാൽ അവരെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ തന്നെ ഇടയിലൂടെ കടന്ന് വേദിയിലേക്ക് എത്തുന്ന യുവാവിനെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. ഇദ്ദേഹത്തിന്റെ അടുത്തുവരെ ഈ യുവാവ് പാഞ്ഞെത്തുകയും അങ്ങനെ ഇയാളെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇയാളെ ബലം പ്രയോഗിച്ച് നീക്കാൻ സാധിച്ചത്. ഈ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഇടയിലൂടെ തന്നെയാണ് ഈ യുവാവ് കടന്നു പോകുന്നത് എന്നത് തന്നെയാണ് വലിയ സുരക്ഷാ പാളിച്ച. എന്തായാലും ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ യുവാവിനെ ബലപ്രയോഗത്തിലൂടെ തന്നെ കീഴടക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. പക്ഷെ അതൊരു കൂടുതൽ വലിയൊരു ആക്രമണത്തിലേക്ക് പോയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ആയുധധാരിയായോ മറ്റോ ആയിരുന്നു ഈ യുവാവ് എത്തുന്നത് എങ്കിലോ മറ്റൊരു തരത്തിലുള്ള ആക്രമണമോ ആണ് നടത്തുന്നത് എങ്കിലോ അതിനെ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഗുരുതരമായ സുരക്ഷാ പിഴവ് തന്നെയായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ പഴയ ലോക്സഭാ മണ്ഡലമായ ബർഹയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ടായിരുന്നു. 89 മുതൽ 99 വരെ നിരവധി തവണ അദ്ദേഹം ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയ സ്വാധീനവും ഒക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഈ നിതീഷ് കുമാർ ആക്രമണത്തിനിരയായത് 2020 നവംബറിൽ ആയിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇത്തരത്തിൽ മോദുബാനിയിൽ വെച്ച് നിതീഷ് കുമാർ ആക്രമണം നേരിട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നൽകി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നൽകുന്ന ഒരു സമീപനം ഉണ്ടാകേണ്ടതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ട് അത് തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെ പോയി എന്നതിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ളവർ ഇത് വീഴ്ചയായി പോയി എന്ന് പ്രതികരിച്ചു. അങ്ങേയറ്റം അപലപനീയമായ ഒരു സംഭവമാണ്. രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത്തരം ആക്രമണത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പൊതുപരിപാടിക്കിടെയാണ് യുവാവ് കയ്യേറ്റം ചെയ്തത്. വിവരങ്ങളാണ് കെ പി അഭിലാഷ് നൽകിയത്. സിൽവർ പദ്ധതിക്ക് സർവേ കല്ലിടുന്നത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്ന സർക്കാർ നിലപാടിൽ ആശയക്കുഴപ്പം. കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർമാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് സർവേ നടപടിയെന്ന് വ്യക്തമാക്കുന്നു. സർവേയുടെ ഭാഗമായി ഏതെങ്കിലും അടയാളം സ്ഥാപിച്ചാൽ മതിയെന്നിരിക്കെ ഇതിന് വിരുദ്ധമായാണ് ഭൂമിയിൽ കല്ല് സ്ഥാപിക്കുന്നതെന്നും റവന്യൂ ഉത്തരവിൽ നിന്ന് വ്യക്തം. അതേസമയം ഉത്തരവ് സാങ്കേതിക നടപടി മാത്രമെന്നാണ് സർക്കാർ വിശദീകരണം. പുതിയ വിവാദങ്ങൾ പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിൽവർ ലൈൻ പദ്ധതി സർവേക്കായി റവന്യൂ വകുപ്പ് വിജ്ഞാപനമിറക്കിയത്. സിൽവർ ലൈനിനായി ഭൂമി ഏറ്റെടുക്കണം. ഇതിന്റെ ഭാഗമായി ഭൂമി പട്ടിക തിരിച്ച് സർവേ നടത്തണം. സർവേക്ക് തടസ്സമായി വരുന്ന മരങ്ങളോ കാടുകളോ വെട്ടിമാറ്റുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നതാണ് ഈ വിജ്ഞാപനം. ഭൂമി ഏറ്റെടുക്കാനല്ല സാമൂഹികാഘാത സർവേക്കാണ് കല്ലിടുന്നതെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ജില്ലാ കളക്ടർമാരുടെ വിജ്ഞാപനത്തിലെ പരാമർശങ്ങൾ ഇതിന് ഘടകവിരുദ്ധമാണ്. തികച്ചും സാങ്കേതികമായ നടപടിയെന്നാണ് റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ പ്രത്യേക വിജ്ഞാപനം വേറെ ഇറക്കണം. സാമൂഹ്യാഘാത പഠനം, പബ്ലിക് ഹിയറിംഗ്സ്, എക്സ്പെർട്ട് കമ്മിറ്റി ഈ മൂന്നും കഴിഞ്ഞതിന് ശേഷം മാത്രമേ 11-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ കഴിയൂ. 11-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമ്പോഴാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനമാവുക.
അത് കഴിഞ്ഞാൽ പിന്നീട് ബേസിക് വാല്യൂ അസസ്മെന്റ് നടത്തും, ബേസിക് വാല്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കും. അതിനുശേഷം 91 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ എത്ര തുകയാണോ അവാർഡ് നൽകേണ്ടത് എന്ന് നിശ്ചയിക്കുക. ആ അവാർഡ് തുക കൈമാറിയതിനു ശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നത്. സർവേയുടെ ഭാഗമായി ഏതെങ്കിലും അടയാളം സ്ഥാപിക്കാനാണ് റവന്യൂ വകുപ്പ് വിജ്ഞാപനത്തിൽ പറയുന്നത്. കല്ല് സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. റവന്യൂ വിജ്ഞാപനത്തിന് വിരുദ്ധമാണ് കേരളയിലെന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിക്കുന്നതെന്ന് വ്യക്തം. അത് ആ നോട്ടിഫിക്കേഷൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നതെന്ന്. ആദ്യത്തെ വിജ്ഞാപനത്തിന്റെ ആദ്യത്തെ വാചകം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സർക്കാർ എന്തിനാണ് ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ വിവാദം. റവന്യൂ വിജ്ഞാപനത്തിലെ പൊരുത്തക്കേടുകൾ കൂടി സമരത്തെ നേരിടുന്നതിനായി സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈനിൽ സർക്കാരിന് ആശയക്കുഴപ്പമെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രസ്താവന വന്നു. പദ്ധതിയെക്കുറിച്ച് സർക്കാർ ഗൗരവമായ ഒരു ആലോചനയും നടത്താതെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ലാഘവ ബുദ്ധി വെടിയണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. സംസ്ഥാന മാർഗനിർദ്ദേശം ആവശ്യപ്പെട്ടാൽ മാത്രം ഇടപെടുമെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്രമസമാധാനം ഉറപ്പാക്കാൻ ഇടപെടുമെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. സിൽവർ ലൈന് കേന്ദ്രം അനുമതി നൽകിയാലും പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിൽവർ ലൈനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ദുരഭിമാനം വെടിഞ്ഞ് സർവേ നിർത്തിവെക്കണം. കോലിബി എന്ന കോടിയേരിയുടെ ആരോപണം പൊളിഞ്ഞതാണെന്നും നിരന്തരം ആവർത്തിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് മാനസിക തകരാറുണ്ടോ എന്ന് സംശയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെ തോന്നും. കേരളയിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഒരു രൂപമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്ന മൂക്കും വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് അപ്പോഴാണ് തലയ്ക്ക് കല്ലോണ്ടടി കേരളത്തിൻ്റെ ഭാഗം. എൻ്റെ ഒന്നും കൂടി ഇരിക്കട്ടെ. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരരംഗത്ത് ഉറച്ചു നിൽക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങും. സിൽവർ ലൈനിനെതിരെ കേരളം കടുത്ത സമര വഴിയിലാണ്. സർവേ കല്ലിടുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന തീരുമാനത്തിലാണ് പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലുള്ളവർ. ആ വഴികളിലൂടെ ന്യൂസ് 18 റിപ്പോർട്ടർമാർ സഞ്ചരിച്ചു. ജനങ്ങളുടെ പരാതികളും ആശങ്കകളും കേട്ടു. പലരും ജീവന്റെ വില നൽകുന്ന സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ഉറക്കെ പറയുന്നത്. ആ വഴികളിൽ ന്യൂസ് 18 വാർത്താ സംഘം കണ്ടതിലേക്കും കേട്ടതിലേക്കും. തിരുവനന്തപുരം മുരുക്കുപുഴയിൽ SS ശരൺ വലിയ തോതിലുള്ള സമരം കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. കുണ്ടുങ്ങൽ കോഴിക്കോട്, അവിടെ മുഹമ്മദ് ഷഹീദുണ്ട്. സനോജ് സുരേന്ദ്രനുള്ളത് ചോറ്റാനിക്കര. നമുക്കറിയാം ചോറ്റാനിക്കരയിൽ വലിയ തോതിലുള്ള സമര പരിപാടികൾ കഴിഞ്ഞ 1-2 ആഴ്ചയായി നടക്കുന്നുണ്ട്. CV അനുമോദുള്ളത് സൗത്ത് പല്ലാർ തിരുനാവായയിലാണ്. ഒപ്പം മാടായിപ്പാറ കണ്ണൂരിൽ മനു ഭരതുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നാണ് ഈ സിൽവർ ലൈൻ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ നിൽക്കുന്ന ഈ കരിക്കകത്തിന് തൊട്ട് സമീപത്തുള്ള പ്രദേശമായ കൊച്ചുവളിയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കെ-റെയിൽ പ്രസിദ്ധീകരിച്ച അലൈൻമെന്റിൽ ഈ കരിക്കവും ഭാഗവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ കൊടുക്കൂല. നിങ്ങൾ ഇവരൊക്കെ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നാലും ഞങ്ങൾ കൊടുക്കൂല. ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ സാധ്യത അല്ല. അതാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. കേരളമാണ് ഞങ്ങൾക്ക് വേണ്ട. പോരാട്ടവീര്യത്തിന് യാതൊരു കുറവുമില്ല. കുറ്റിപിഴുത് കുളത്തിലെറിഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ചോറ്റാനിക്കരയിലുള്ളത്. ശക്തമായ സമര പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സമര കേന്ദ്രമാണ് ചോറ്റാനിക്കര. 10 പേരെ കൂടി കാണുമ്പോഴത്തേക്കും ബലോറയുടെ പോലീസ് ജീപ്പിലിട്ടല്ലേ കല്ലും കൊണ്ട് ഓടിക്കൊണ്ട് നടക്കണേ. എന്തിനാ ഈ സാറ്റുകളി? അതിന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് അവർ നേരെ വരട്ടെ. ഇന്ന് പാവപ്പെട്ടവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. കോവിഡിൽ നിന്ന് മുക്തി നേടി ഒരു നേരം ആഹാരത്തിന് തേടിക്കൊണ്ടിരിക്കുക. നാളെ മറ്റന്നാളും കൊണ്ടൊന്ന് സമരം വച്ചേക്കുക. കൂലിപ്പണി എടുക്കണവന് ആരെങ്കിലും ശമ്പളം കൊടുക്കുവോ?
പാവപ്പെട്ടവന്റെ സങ്കടം ആരെങ്കിലും അറിയുന്നുണ്ടോ? നിർദ്ദിഷ്ട റെയിൽ പാതയുടെ ദിശ ഈ തിരുനാവായ മേഖല വരെ റെയിൽപാതയ്ക്ക് സമാന്തരമാണെങ്കിൽ ഇവിടെ നിന്നും അത് വലത് ചേർന്ന് തിരിഞ്ഞു പോവുകയാണ്, പുതിയൊരു മേഖലയിലേക്ക് പോവുകയാണ്. ഏറെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ഇവിടെ ഞങ്ങൾ മരിച്ചല്ലാതെ ഈ റെയിലിൽ കൂടെ പോവില്ല. ആ കല്ലിൻ്റെ എഴുത്ത് ഒന്നുകിൽ എൻ്റെ ചോര എല്ലാം ഈ ഇടാൻ വരുന്നവരെ ചോര, ആ കല്ലിൻ്റെ എഴുത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. കോഴിക്കോട് കുണ്ടുങ്ങൽ പ്രദേശം, കല്ലായി പ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി കല്ലിടാനെത്തിയ ആളുകളെ ജനക്കൂട്ടം തടഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധമുയർന്ന സ്ഥലമാണ് ഈ കുണ്ടുങ്ങൽ പ്രദേശം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. നിരന്തരം ഒരു അടുത്തടുത്തായി വീടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. വികസനം അത്യാവശ്യമാണ്. ഞാൻ ഒരിക്കലും ഒരു വികസന വിരോധിയല്ല. കാരണം നമുക്കറിയാം ഭാവിയിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. KSRTC പോലും ലാഭത്തിലാക്കാൻ പറ്റാത്ത സർക്കാർ ഇതെങ്ങനെ കൊണ്ടുപോകും? സർക്കാരിന് ഒരിക്കലും പറയാൻ കഴിയും, നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, ഇത് വന്നാല് സാമൂഹിക ആഘാതം പോലെ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് പറയോ? ഇത് പറയുന്നത് പശ്ചിമഘട്ടം അതിന് ഒരു ബാധ്യതയുമില്ല എന്നാ പറയുന്നത്. പക്ഷേ ഈ കേരളയിൽ നിർമ്മിക്കാനുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ വെസ്റ്റേൺ ഗട്ട്സ്. ഈ വെസ്റ്റേൺ ഗട്ട്സ് ഇല്ലാണ്ടായ കേരളം എവിടെ? മാടായിപ്പാറയിൽ ആളുകൾ ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്നു. അത് വീട് പോകുന്നു എന്നത് മാത്രമല്ല അവരെ അലട്ടുന്ന ഒരു വിഷയം. അവരുടെ കാലങ്ങളായി അവർ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പ്രദേശം തകർന്നു പോകും എന്നതാണ് അവരുടെ ഒരു പ്രധാന ആശങ്ക. പിച്ചുവെച്ച് നടന്ന ഒരു മാടായിപ്പാറ പെട്ടെന്ന് ഇവരൊരു കേരയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയെടുക്കല്, ഒരു തുരങ്ങാക്കല്, ഇതെല്ലാം വെറുതെ അതൊന്നും നടക്കാൻ പോകുന്ന കേസ് കേട്ടല്ല. ഇതൊരു തരം ഗുണ്ടാരാജാണ്. ഞങ്ങളോട് ഈ പ്രതിഷേധ രംഗത്തേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളോട് ഇവർ പറയുന്ന PDPP ആക്ട് പ്രകാരം നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങളെ ജയിലിലടക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് എന്ത് അധികാരം? ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ്, ഞങ്ങളുടെ മണ്ണ്. ഇത് കേവലം 2-3 പേരുടെ ഒരു വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പൗരാണികമായ ഒരു സംവിധാനം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഇടുക്കിയിൽ മദ്യപൻ യുവാവിനെ വെടിവെച്ച് കൊന്നു. വെടിയേറ്റ മറ്റൊരാളുടെ നില ഗുരുതരമാണ്. ബസ് ജീവനക്കാരനായ സനൽ ബാബുവാണ് മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തട്ടുകടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെ പ്രതി നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 9:45 മൂലമറ്റം ഹൈസ്കൂളിന് മുന്നിൽ വെച്ച് പ്രതി ഫിലിപ്പ് മാർട്ടിൻ തുരുതുര വെടിയുതിർത്തത്. മദ്യലഹരിയിൽ കാർ ഓടിച്ചു വന്ന പ്രതി ചുറ്റുമുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനിടെ സ്കൂട്ടറിൽ ഇതുവഴിയെത്തിയ സനലിനെ പ്രതി ഇടിച്ചിട്ടു. കഴുത്തിന് വെടിയേറ്റാണ് സനലിന്റെ മരണമെന്ന് പോലീസ് പറയുന്നു. സനലിന്റെ സുഹൃത്ത് പ്രദീപ് വെടിയേറ്റ് ഗുരുതര നിലയിലാണ്. മറ്റു 2 പേരും സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പലരും വെടിവെപ്പിനിടെ മരത്തിനു പിന്നിൽ ഒളിച്ചും ഒഴിഞ്ഞുമാറിയുമാണ് ജീവൻ രക്ഷപ്പെടുത്തിയത്. ആൾക്കാരെന്നെ പുറഞ്ഞു ഓടി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വണ്ടി കേട്ടതിന് പുറഞ്ഞു പോയി. അവർ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു സാറേ വെടി വെച്ചിട്ട് പോയ വണ്ടിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് നമ്മൾ കണ്ടത്. രാത്രി പ്രതി ഫിലിപ്പും മറ്റൊരാളും മൂലമറ്റത്തെ തട്ടുകടയിലെത്തിയിരുന്നു. ഭക്ഷണം തീർന്നതിന്റെ പേരിൽ ഇവർ ബഹളം വച്ചു. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വാഹനത്തിൽ കയറ്റി അയച്ചു. എന്നാൽ വൈകാതെ തോക്കുമായി തിരികെ എത്തിയ ഫിലിപ്പ് കണ്ണിൽ കണ്ടവർക്ക് നേരെയെല്ലാം വെടിയുതിർക്കുകയായിരുന്നു. അവന്മാര് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ തോക്ക് കാണിച്ച് ഭയങ്കര പ്രകടനമായിരുന്നു. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കുറേ വട്ടം അവിടെ ഇട്ട് ഇങ്ങനെ വണ്ടിയിട്ട് കറക്കി. കാറിൽ കടക്കാൻ ശ്രമിച്ച പ്രതി മുട്ടത്ത് പോലീസിന്റെ പിടിയിലായി. 2014 മൂലമറ്റം എടാട്ടുള്ള ഒരു കൊല്ലൻ നിർമ്മിച്ചാണ് തോക്കെന്ന് പോലീസ് കണ്ടെത്തി. ഒരേ സമയം 2 തിരകൾ നിറയ്ക്കാൻ കഴിയുന്ന തോക്കാണിത്. വിദേശത്തായിരുന്ന മാവേലി പുത്തൻപുരയ്ക്കൽ ഫിലിപ്പ് മാർട്ടിൻ ഈയിടെയാണ് നാട്ടിലെത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ പരിയാരത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പിലാത്തറ സ്വദേശി റിജേഷിനാണ് കുപ്പിക്കഷ്ണം കൊണ്ട് കുത്തേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപമാണ് സംഭവം. ട്രിപ്പിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. റിജേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാർത്താ സമ്മേളനത്തിനിടെ നടൻ വിനായകൻ നടത്തിയ മീറ്റു പരാമർശം തെറ്റായിപ്പോയെന്ന നടി നവ്യ നായർ. വേദിയിലൊപ്പമുണ്ടായിരുന്ന തനിക്ക് പ്രതികരിക്കാനായില്ലെന്നും ബുദ്ധിമുട്ട് തോന്നിയിരുന്നെന്നും അവർ പറഞ്ഞു. അന്നുണ്ടായ മുഴുവൻ സംഭവത്തിൽ താൻ ക്ഷമ ചോദിക്കുന്നു. ഒരു പുരുഷൻ പറഞ്ഞതിന് സ്ത്രീയെയാണ് ക്രൂശിക്കുന്നതെന്നും നവ്യ നായർ കൊച്ചിയിൽ പറഞ്ഞു. അത് തികച്ചും തെറ്റായിപ്പോയി പറഞ്ഞത്. അതിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ക്ഷമാപണം നടത്തി തന്നെ, ഖേദം പ്രകടിപ്പിക്കുകയല്ല, ക്ഷമാപണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മളവിടെ ഒത്തുകൂടിയത് ഒരുത്തിയുടെ പ്രമോഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് സംസാരങ്ങളൊരു നിർഭാഗ്യവശാൽ
ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ആ ഒരു നിലയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഞാനും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അല്ല, അന്നുണ്ടായ മുഴുവൻ സംഭവത്തിന് ഞാൻ ക്ഷമ ചോദിച്ചാൽ പ്രശ്നം കഴിയുമെങ്കിൽ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിനെ നാളെ ചോദ്യം ചെയ്തേക്കും. ദിലീപിനോട് നാളെ ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് നിർദ്ദേശം. അതേസമയം ദിലീപിന്റെ ഫോണിൽ നിന്ന് സൈബർ വിദഗ്ധൻ സായ് ശങ്കർ നീക്കം ചെയ്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്നാണ് സൂചന. 4 ദിവസമായി തുടരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ചാർജ് വർധന സംബന്ധിച്ച് 30-ന് തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ബസ് ചാർജ് കൂട്ടുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും തീരുമാനം നീണ്ടുപോയ പശ്ചാത്തലത്തിലാണ് സമരം തുടങ്ങിയത്. 4ാം ദിവസമായ ഇന്ന് സമരക്കാർ ആദ്യം ഗതാഗത മന്ത്രിയുമായും പിന്നീട് മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തി. ഈ സമരം കൊണ്ട് പ്രത്യേകിച്ച് എന്ത് നേട്ടമാണ് അവർക്കുണ്ടായെന്നുള്ളത് അവർക്ക് പറയാൻ കഴിയും. ഇന്നത്തെ യോഗത്തിൽ പ്രത്യേകിച്ച് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഇടതുമുന്നണി യോഗത്തിന് ശേഷം ചാർജ് വർധനയിൽ തീരുമാനമുണ്ടാകുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നും സമരക്കാരോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. എല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ സമരം പിൻവലിച്ചതായി നിങ്ങളെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. വാഹന നികുതിയിലടക്കം ഇളവുകളും ഇവർ ആവശ്യപ്പെടുന്നു. ചാർജ് വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനമായെങ്കിലും മുന്നണിയിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കാത്തിരിക്കുന്നത്. 30-ന് ചേരുന്ന മുന്നണി യോഗത്തിന്റെ മുഖ്യ അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ് ചാർജിനൊപ്പം ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ നയത്തിനെതിരെയാണ് ദേശീയ തലത്തിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് കുതിച്ചുയർന്ന ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 55 പൈസയും ഡീസലിന് 58 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 5ാം തവണയും തുടർച്ചയായ 3ാം ദിവസവുമാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. 6 ദിവസം കൊണ്ട് പെട്രോളിന് 4 രൂപ 3 പൈസയും ഡീസലിന് 3 രൂപ 88 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോളിന് 108 രൂപ 20 പൈസയും ഡീസലിന് 95 രൂപ 3 പൈസയുമായി. മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സഹദേവൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ SH ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒറ്റപ്പാലം സ്വദേശിയാണ്. മാതൃഭൂമി ദിനപത്രത്തിലൂടെയാണ് മാധ്യമരംഗത്തെത്തിയത്. ദീർഘകാലം മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് എഡിറ്ററായിരുന്നു. ഇന്ത്യ വിഷൻ ചാനലിൽ അസോസിയേറ്റ് എഡിറ്ററായി പ്രവർത്തിച്ചു. ലോക സിനിമകളെക്കുറിച്ച് അവതരിപ്പിച്ചിരുന്ന 24 ഫ്രെയിംസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. വിവിധ ജേർണലിസം സ്കൂളുകളിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് തിരുവില്ലോമല പാമ്പാടി ഐവർ മഠം ശ്മശാനത്തിൽ. വയനാട് അപ്പപ്പാറയിൽ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെട്ട കാർ യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് നാഗമന മാമാലി മുക്കിന് സമീപം ജനവാസ പ്രദേശത്തെ റോഡിൽ ഒറ്റയാനിറങ്ങിയത്. അപ്പപ്പാറ സുകന്യ നിവാസിൽ പ്രതീഷും അയൽവാസികളുമാണ് കാറിലുണ്ടായിരുന്നത്. ഒറ്റയാൻ പലതവണ കാറിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെയും പിന്നോട്ടു പോകാതെയും പ്രതീഷ് സംയമനം പാലിച്ചു. കാറിലുണ്ടായിരുന്ന കുട്ടികൾ പേടിച്ചു കരഞ്ഞു. ഒടുവിൽ ആന തിരിഞ്ഞ് സമീപത്തെ തോട്ടത്തിലേക്ക് കയറി പോവുകയായിരുന്നു.